അണ്ടർ വാട്ടർ ഡൈവിങ്ങും സ്നോർക്കലിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം അതിനുവേണ്ട എക്യുപ്മെൻസിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ എക്യുപ്മെൻറ്റ്സും നമുക്ക് പറ്റുന്നത് നോക്കിയെടുത്ത്, പിന്നെ അവർ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറും അതിൻ്റെ റെഗുലേറ്ററും PCD അങ്ങനെയുള്ള ഓരോ എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് നമ്മുടെ സൈസ് അനുസരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സ്യൂട്ടൊക്കെ തന്ന് നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രയൽ ബേസിസ് ക്ലാസ്സാണ് ഇപ്പോൾ തരുന്നത്. അത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾക്ക് തന്നതിന് ശേഷമാണ് എല്ലാവരെയും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിന് സീയിലോട്ട് കൊണ്ടുപോവുക. അപ്പം അത് ഇവിടെയുള്ള ഒരു ലോക്കൽ സ്റ്റാഫ് തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പം പിന്നെ അതിൽ ഓരോ എക്യുപ്മെൻറ്റ്സും നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തെങ്കിലും ഒരു അൺകംഫോർട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്താൽ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മെസ്സേജ് അണ്ടർ വാട്ടർ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതെങ്ങനെ മെസ്സേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. നമുക്ക് എഴുന്നേറ്റ് നടന്ന് പോകാൻ പറ്റില്ല, വെള്ളത്തിലാകുമ്പോൾ അത് ബാലൻസ് ചെയ്യും. പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യും. പിന്നെ സ്ലിപ്പായി നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ആ ഓരോ എക്യുപ്മെൻറ്റ്സും നമ്മൾ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇവിടെ കടലിലാകുമ്പോഴത്തേക്കും നമ്മൾക്കത് ചെയ്ത് പഠിപ്പിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ ചെയ്യിച്ച് പരിശീലിപ്പിച്ചതിന് ശേഷമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും റൗണ്ടായിട്ടൊക്കെ നിന്ന് അങ്ങനെ പുള്ളിക്കാരൻ്റെ പേര് മച്ച എന്നാണ്, ഇവിടുത്തെ ലോക്കൽ നെയിമാണിത്. അദ്ദേഹം അങ്ങനെ ഓരോ ക്ലാസ്സിൽ നമുക്ക് തന്ന് ഓരോരുത്തരെയും അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് എങ്ങനെ ശ്വസിക്കാം, അത് എങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എങ്ങനെ ചെയ്യണം, ആ സമയത്ത് നമ്മുടെ റെഗുലേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം, നമ്മൾക്ക് എന്തെങ്കിലും അൺകംഫോർട്ടബിൾ തോന്നിയാൽ എങ്ങനെ നമ്മളുടെ BCDയിൽ എയർ ഫിൽ ചെയ്ത് മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്ത് വരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഭയങ്കര ടെക്നിക്കലായിട്ട് ഭയങ്കര സിസ്റ്റംസാണ് കേട്ടോ. ഇത് ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണത്. അപ്പോൾ വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ശരിക്കും പോസ്റ്റ് ചെയ്യണം, എല്ലാവരും കാണണേ. അപ്പോൾ ഈ ട്രയൽ ബേസിസ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ബൈ.